ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد مصطفى صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم صدق الله العلي العظيم صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുത്തഖീങ്ങളായി ജീവിക്കുവാനും ആ നിലയിൽ തന്നെ മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും ഒരു മുഖ്യ ശത്രുവുണ്ട്, എതിരാളിയുണ്ട്. ഈ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ എതിരാളി, നമ്മുടെ മുഖ്യ ശത്രു പിശാചാണ്. കാരണം മനുഷ്യനെ വഴിതെറ്റിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയുക എന്നത് തൻ്റെ ജീവിത ദൗത്യമായി, അജണ്ടയായി സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളവനാണ് പിശാച്.
അതുകൊണ്ട് തന്നെ ഖുർആൻ മനുഷ്യരോട് പറഞ്ഞു, ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും ഫത്തഹിദൂഹു അദുവ. തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ഞാൻ മനുഷ്യന്റെ ശത്രുവാണ് എന്ന് അവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫത്തഹിദൂഹു അദുവ, നിങ്ങൾ തിരിച്ചും അവനെ നിങ്ങളുടെ ശത്രുവായി തന്നെ സ്വീകരിക്കണം. നിങ്ങളുടെ ഒന്നാമത്തെ ശത്രുവായി നിങ്ങൾ പിശാചിനെ കാണണം എന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ വിശ്വാസി സമൂഹത്തെ വിളിച്ച് ഉണർത്തുകയാണ്. പക്ഷെ ഈ ശത്രുവിനെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ഈ ശത്രുവിനെ തിരിച്ചറിയാതെ പലപ്പോഴും അവനെ ഒരു മിത്രമായി കാണുകയും ഒരു വഴികാട്ടിയായി തന്നെ സ്വീകരിക്കുകയും അങ്ങനെ അവനൊപ്പം നടന്ന് അവന്റെ കൂടെ ജീവിച്ച് അവൻ കുഴിച്ച ചതിക്കുഴികളിൽ വീണ് വഴികേടിൽ ജീവിച്ച് വഴികേടിൽ മരിക്കുക എന്ന ദുരന്തമാണ് അള്ളാഹുവിന്റെ പല ദാസന്മാർക്കും സംഭവിക്കുന്നത്. സ്വന്തം ശത്രുവിനെ അവർ തിരിച്ചറിയാതെ പോയി. ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. മനുഷ്യനെ വഴിതെറ്റിക്കുക എന്നുള്ളത് എന്റെ ദൗത്യമാണ്. വല ഉഗവിയന്നഹും അജ്മഈൻ. ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പിശാച് ഞാനിതാ നിങ്ങളെ വഴിതെറ്റിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല മനുഷ്യരെ സമീപിക്കുന്നത്. പിശാച് നമ്മിലേക്ക് ഏത് രൂപത്തിലും ഏത് സ്വഭാവത്തിലൂടെയും നമ്മിലേക്ക് കടന്നു വന്നേക്കാം. ചിലപ്പോൾ സ്വന്തം ഇച്ഛകളുടെ ദേഹേച്ഛകളുടെ രൂപത്തിലേക്ക് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ചിലപ്പോൾ അവൻ നമ്മിലേക്ക് കടന്നു വരുന്നത് അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും രൂപത്തിലായിരിക്കും. കിബിർ, ഇബ്ലീസിനെ അങ്ങനെ ആക്കി തീർത്തത് കിബിറാണല്ലോ, അഹങ്കാരം. അഹങ്കാരത്തിലൂടെ പിശാച് ആ സ്വഭാവത്തിലൂടെ നമ്മിലേക്ക് വരാം. അക്ഷമയുടെയും അവിവേകത്തിന്റെയും രൂപത്തിൽ ആ സ്വഭാവത്തിലൂടെയും പിശാച് നമ്മെ പിടികൂടിയേക്കാം. പിശുക്കിന്റെയും ധൂർത്തിന്റെയും രൂപത്തിൽ പിശാച് നമ്മിലേക്ക് കടന്നു വരാം. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ധൂർത്തന്മാർ അവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. ധൂർത്ത് പൈശാചികമാണ്. ചിലപ്പോൾ പിശുക്കിന്റെ സ്വഭാവത്തിൽ പിശാച് നമ്മിലേക്ക് വരും. അശ്ശൈത്വാന് യഅ്ദുകുമുൽ ഫഖർ. സദക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ വന്ന് അവൻ പറയും, വേണ്ട കേട്ടോ, നീ ദരിദ്രനാകും, നീ ഇങ്ങനെ കൊടുത്ത് എന്തിന് ദരിദ്രനാകണം, നിന്റെ സമ്പാദ്യം തീർന്നു പോകും എന്ന് കാണിച്ച്, ദാരിദ്ര്യം കാണിച്ച് മനുഷ്യനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നവനാണ് പിശാച് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ അത്തരം വല്ല ചിന്തയും നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ നിങ്ങളെ പിശാച് പിടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ പിശാച് നമ്മിലേക്ക് കടന്നു വരുന്നത് അസൂയയുടെ, പകയുടെ രൂപത്തിലാകാം. മറ്റു ചിലപ്പോൾ കോപത്തിന്റെയും ദേഷ്യത്തിന്റെയും രൂപത്തിലും പിശാച് നമ്മിലേക്ക് വരാം. ഇത്തരം സ്വഭാവങ്ങൾ നമ്മിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പ്രകടമായാൽ പിശാച് നമ്മെ പിടിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം വഴക്കടിക്കുന്ന രണ്ടാളുകളെ കണ്ടു. രണ്ടാളുകളും തമ്മിൽ വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ അപരനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ അതിരൂക്ഷമായ ശൈലിയിൽ അപരനെ അസഭ്യം പറയുകയാണ് ഈ മനുഷ്യൻ. ഈ രണ്ടാളുകളുടെയും തർക്കം നബി കാണുകയും അതിൽ ഒരുവൻ വല്ലാതെ മുൻകോപിയായി അസഭ്യം വരെ പറയുന്നൊരവസ്ഥ എത്തിയപ്പോൾ, കോപം വന്നാൽ മനുഷ്യൻ അങ്ങനെയാണ്, എന്ത് പറയും എന്ന് പിന്നെ ഒരു തീരുമാനവുമില്ല. ഇയാൾ അസഭ്യം പറയുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീല അഅലമു കലിമത്തൻ ലൗ ഖാലഹ ലത്മഅന്ന മിൻ ഖലബിഹി. തീർച്ചയായും എനിക്ക് ഒരു പദം അറിയാം. ഇന്നീല അഅലമു കലിമത്തൻ,
എന്റെ കയ്യിൽ ഒരു പദമുണ്ട്, ഒരു വാചകമുണ്ട്. ആ വാചകം ആ മനുഷ്യനൊന്ന് ചെല്ലിയിരുന്നെങ്കിൽ അയാളുടെ ഈ കോപം ഒന്ന് കെട്ടടങ്ങിയേനെ, അയാളുടെ ആ മുൻകോപം ഒന്ന് അടങ്ങിത്തീർന്നേനെ. എന്നിട്ട് റസൂല് തനിക്കറിയാവുന്ന ദേഷ്യം വരുമ്പോൾ ചൊല്ലേണ്ട ആ പ്രാർത്ഥന പഠിപ്പിക്കൂ. എന്താണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതാണ് ദേഷ്യം വരുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. ദേഷ്യം വരുമ്പോഴും ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാനിതാ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാണ്. എന്തിനാണ് ദേഷ്യം വരുമ്പോ അഊദു ചൊല്ലുന്നത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് വിശ്വാസിയെ, എടോ നിന്റെ ജീവിതത്തിലേക്ക് ഇതാ പിശാച് വന്നിരിക്കുന്നു. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ അസഭ്യം നടത്തുന്ന മനുഷ്യനോട് അഊദു ചൊല്ലാൻ പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ റസൂല് അവനെ ഉണർത്തുന്നു, എടോ തന്നെ പിശാച് പിടിച്ചിരിക്കുന്നു, നിന്നെ ഇബ്ലീസ് പിടിച്ചിരിക്കുന്നു, നിന്റെ കോപം ഇബ്ലീസ് നിന്നിലേക്ക് വന്നു എന്നതിന്റെ തെളിവാണ് എന്ന് പഠിപ്പിക്കുകയാണ് ആ പ്രാർത്ഥനയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. എത്ര അർത്ഥവത്തായ ശൈലി! പ്രവാചകൻ തന്റെ സമൂഹത്തെ, തന്റെ ഉമ്മത്തിനെ ഇങ്ങനെയാണ് സംസ്കരിച്ചെടുത്തത്. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശൈത്വാനു ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദം. പിശാച് മനുഷ്യന്റെ രക്തധമനികളിൽ കൂടി വരെ സഞ്ചരിക്കും. നിങ്ങളുടെ രക്തത്തിലൂടെ വരെ സഞ്ചരിക്കാൻ കഴിവുള്ളവനാണ് പിശാച്. അങ്ങനെയും പ്രവാചകൻ ഒരു പ്രയോഗം നടത്തി. ചില മനുഷ്യരെ പറ്റി നമ്മൾ പറയാറുണ്ട്, കോപം അത് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. പിശുക്ക് അതാ മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതോ അതയാളുടെ രക്തത്തിൽ ഉള്ളതാണ്. ഇങ്ങനെ ചില ഗുണങ്ങളെ, ചില ദുർഗുണങ്ങളെ മനുഷ്യന്റെ രക്തവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുണ്ട്. പിശാച് മനുഷ്യന്റെ രക്തധമനികളിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ അതിന്റെ ഒരു മാനം ഈ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ നിന്നിലേക്ക് പിശാച് വന്നിരിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ അതിലൂടെ. ഇത്തരം ദുർഗുണങ്ങൾ നിന്നെ പിടികൂടിയാൽ പിശാച് നിന്നെ ബാധിച്ചിരിക്കുന്നു എന്ന ബോധം നിനക്കുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഉം ഫസ്തഇദ് ബില്ലാഹ്. പിശാച് നിന്നെ പ്രകോപിപ്പിക്കുന്ന പക്ഷം, യൻസഅന്നക മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് വല്ല പ്രകോപനവും, നിന്നെ പ്രലോഭിപ്പിക്കുന്ന, നിന്നെ ഇളക്കിവിടുന്ന വല്ല ശ്രമവും പിശാചിൽ നിന്ന് നിനക്ക് അനുഭവപ്പെട്ടാൽ നീ ഉടൻ അഊദു ചൊല്ലി അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. ഫസ്തഇദ് ബില്ലാഹ്. അള്ളാഹുവിൽ ശരണം തേടാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ശരണാർത്ഥന, അള്ളാഹുവിനോടുള്ള ഈ അഭയം തേടൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിനോട് അഊദു ചൊല്ലി പടച്ചതമ്പുരാനോട് ശരണം തേടുന്ന, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. റസൂലിന്റെ ഹദീസുകളിൽ കാണാം അത്തരം പ്രാർത്ഥനകൾ. വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകളുടെ പേര് തന്നെ അൽ മുഅവ്വദത്തൈനി, അള്ളാഹുവിനോട് ശരണം തേടുന്ന സൂറത്തുകൾ എന്നാണ്. 2 അധ്യായങ്ങളുടെ പേര് തന്നെ ശരണം തേടുന്ന അധ്യായങ്ങൾ എന്നാണ്. സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, അഊദു ബില്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളതിന്റെ ഉപദ്രവത്തിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ ഇരുട്ട് സൃഷ്ടിക്കുന്ന കെടുതികളിൽ നിന്ന് ഞാൻ റബ്ബിനോട് ശരണം തേടുന്നു. രാത്രി സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ, ഒന്ന് ഉറങ്ങിപ്പോയതാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കാനുള്ള കാരണം. ഒന്ന് മയങ്ങിപ്പോയി,
പക്ഷെ മരണത്തിന് അത് മതിയായിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ആ കെടുതികളിൽ നിന്ന്, എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്ന്, വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, ആത്മീയ കച്ചവടക്കാരുടെ ചൂഷണത്തിൽ നിന്ന്, കെട്ടുകളിൽ ഊതുന്നവന്റെ ഊത്തിൽ നിന്ന്, അവന്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. വമിൻ ശർരിൻ ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് റബ്ബിനോട് ശരണം തേടുന്നു. അസൂയ, ചിലപ്പോൾ പിശാച് അസൂയയുടെ രൂപത്തിലേക്ക് നമ്മിലേക്ക് വരും. വെറുതെ ചില മനുഷ്യന്മാരുടെ അസൂയ തോന്നുക, ഒരാളുടെ വളർച്ചയിൽ അസൂയ തോന്നുക, ഒരാൾ ഒരു സ്ഥാനത്ത് എത്തുന്നതും ഒരാൾ ജീവിതത്തിൽ നന്നാകുന്നതും ഐശ്വര്യമുണ്ടാകുന്നതിലൊക്കെ അസൂയ തോന്നുക. ഇത് പിശാചിന്റെ നമ്മിലേക്ക് പിശാച് വന്നതിന്റെ ഒരു ലക്ഷണമാണത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അസൂയ കൊണ്ടിട്ടാണ് കിണറ്റിൽ കൊണ്ടുപോയിട്ടത്. പിന്നീട് യൂസുഫ് നബി അത് പറയുന്നുണ്ടല്ലോ, മിംബഅദി അൻ നസഅ ശൈത്വാനു ബൈനി വ ബൈന ഇഖ്വതി, എനിക്കും എന്റെ സഹോദരങ്ങൾക്കുമിടയിൽ പിശാച് ഉണ്ടാക്കിയ പണി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിശാചിന്റെ കളിയായിരുന്നു അത്, സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുക, അസൂയയുടെ രൂപത്തിൽ വന്നു. അപ്പൊ അസൂയയുടെ രൂപത്തിലും ഏത് രൂപത്തിലും പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ പൈശാചികതയിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്ന ശുദ്ധ ഖുർആൻ അവസാനിക്കുന്നതും അങ്ങനെയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാതിരാജനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ ശരണം തേടുന്നു. ആരിൽ നിന്ന്, എന്തിൽ നിന്ന്? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, തുടരെ വന്ന് ജനങ്ങളുടെ മനസ്സുകളിൽ വേണ്ടാധീനങ്ങൾ ഇട്ടുതരുന്ന, ദുർബോധനങ്ങൾ ഇട്ടുതരുന്ന പിശാചുക്കളിൽ നിന്ന്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ തുടരെ വന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവൻ എന്നാണ്. പിശാചിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പ്രാവശ്യം വന്ന് നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച് നിരാശനായി മടങ്ങുകയല്ല അവൻ ചെയ്യുക. നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മെ വീഴ്ത്താൻ ശ്രമിക്കുന്ന നൈരന്തര്യ പ്രക്രിയ. ചില ആധുനിക പണ്ഡിതന്മാർ ടിവികളിൽ കാണുന്ന, ചാനലുകളിൽ കാണുന്ന പരസ്യങ്ങളെ വസുവാസുൽ ഖന്നാസായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരിക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കണമെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, കമ്പനികളാണ് തീരുമാനിക്കുന്നത്. വസുവാസുൽ ഖന്നാസ് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ അജണ്ടയെ തീരുമാനിക്കുന്നത് അവരാണ്. മുതലാളിത്തമാണ്, കമ്പോള മുതലാളിത്തമാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു ഭാഷയാണത്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഇങ്ങനെ വസ്വാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് ഇങ്ങനെ ദുർബോധനം നടത്തുന്ന മിനൽ ജിന്നത്തി വന്നാസ്, അത് മനുഷ്യരിലും പെട്ട ജിന്നുകളിലും പെട്ട, ഈ രണ്ട് വർഗത്തിലും പെട്ട പിശാചുക്കൾ. നമ്മൾ മനസ്സിലാക്കണം, ഈ പിശാചുക്കൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വർഗമല്ല. അങ്ങനെ ഒരു പ്രത്യേക പടപ്പിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരിലും ജിന്നുകളിലും ഈ പിശാചുക്കൾ ഉണ്ട് എന്നാണ്. പൈശാചികത എന്ന് പറയുന്നത് ഒരു ആശയമാണ്. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത, അവൻ വെറുക്കുന്ന ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പദമാണത്, ശൈത്താനീയത്ത്. അത് പേറുന്ന മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും മിനൽ ജിന്നത്തി വന്നാസ്, ഇവരിൽ നിന്നൊക്കെ ശരണം തേടുകയാണ്. ശരണം തേടാൻ ഖുർആൻ ആജ്ഞാപിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. കുൽ നീ പ്രാർത്ഥിക്കുക, നീ പറയുക, നബിയെ താങ്കൾ പറയുക, അഊദു ബില്ലാഹ്, അഊദു ബിറബ്ബിന്നാസ്, അഊദു ബിറബ്ബിൽ ഫലക്. നമ്മുടെ ജീവിതത്തിൽ ഈ ശരണാർത്ഥനക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സന്താനങ്ങളുടെ കാര്യത്തിലും, നമ്മുടെ മക്കളുടെ കാര്യത്തിലും, എന്റെ മക്കളെ പിശാച് കൊണ്ടുപോകല്ലേ എന്ന ആഗ്രഹത്തോടെ, പിശാചിന്റെ കേന്ദ്രങ്ങളിലേക്ക് എന്റെ മക്കളെ ചെന്നുപെടല്ലേ എന്ന ആഗ്രഹത്തോടെ, നീയത്തോടെ മക്കൾക്ക് വേണ്ടിയും
പിശാചിൽ നിന്ന് ശരണം തേടണം നിങ്ങൾ. അത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ്. മറിയം ബീവിയെ അവരുടെ മാതാവ് പ്രസവിച്ച സന്ദർഭത്തിൽ കന്യാമറിയമിനെ മാതാവ് ഹന്ന ഗർഭധാരണം നടത്തുന്നു. എനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ അല്ലാഹുവേ നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചരണത്തിന് ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞു. തനിക്കൊരു ആൺകുട്ടി പിറക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നിട്ട് ആ ആൺകുട്ടി അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ നീയത്താക്കുക. പക്ഷെ പ്രസവിച്ചപ്പോൾ അത് പെൺകുട്ടിയായിരുന്നു. അള്ളാഹു പറഞ്ഞു, നീ പ്രസവിച്ചതിനെ കുറിച്ച് അള്ളാഹുവിനെ നന്നായിട്ടറിയാം, പക്ഷെ നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക. ആ പെൺകുട്ടിയെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് നിശ്ചയിക്കുക. അങ്ങനെ മറിയം ബീവിയെ പ്രസവിച്ച സന്ദർഭത്തിൽ മറിയം ബീവിയുടെ മാതാവ് പറഞ്ഞൊരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബി ഇന്നി സമ്മൈതുഹാ മറിയം വഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ മോൾക്ക് ഞാനിതാ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. എന്റെ കുഞ്ഞിനിതാ ഞാൻ മറിയം എന്ന് നാമകരണം ചെയ്തു റബ്ബേ. ഇനി എനിക്കൊരു പ്രാർത്ഥന കൂടിയുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടി ശരണം തേടുന്നു. വദുരിയതഹ, അവളുടെ സന്താന പരമ്പരക്കും, എന്റെ കുഞ്ഞിനും അവളിലുണ്ടാകുന്ന സന്താന പരമ്പരക്കും, എന്റെ തലമുറക്ക് വേണ്ടി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു അല്ലാഹുവേ. ഇത് മക്കളെക്കുറിച്ചുള്ള ഒരു വികാരമാണ്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു ഖുതുബയിൽ ഇബ്രാഹിം നബി മക്കളെക്കുറിച്ച് പുലർത്തിയിരുന്ന ഒരു വികാരത്തെ പറ്റി, പ്രാർത്ഥന, ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും മുൻനിർത്തി നമ്മൾ പറഞ്ഞിരുന്നു. തലമുറയെക്കുറിച്ചുള്ള ബോധം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണത്. പിശാചുക്കളിൽ നിന്നും നമ്മൾ ഈ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനക്ക് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്, വലിയ പ്രാധാന്യം. ഈ പ്രാർത്ഥന മാത്രം പോരാ. ആ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങൾ കൂടിയുണ്ട്. ആ കർമ്മങ്ങൾ പലതുമുണ്ട്. അതിൽ ഒരു കർമ്മമാണ് സന്താനങ്ങൾക്ക് വേണ്ടി അക്കീഖ അറുക്കുക എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ പണം പോകും എന്നുള്ളത് ഒരു പ്രശ്നമാക്കരുത്. അക്കീഖ അറുക്കുക എന്നുള്ള ഒരു സംസ്കാരം പ്രവാചകൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. മഅൽ ഗുലാമി അക്കീഖത്തുൻ ഫഅഹ്രീഖു അൻഹു ദമൻ വഅമീതു അൻഹുൽ അദാ. സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രക്തമൊഴുക്കുക, ഒരു ബലി അറുക്കുക, നിങ്ങൾ അക്കീഖ അറുക്കുക. അവനിൽ നിന്ന് മ്ലേച്ഛതയെ നിങ്ങൾ ദൂരീകരിക്കുക, പൈശാചിക മ്ലേച്ഛത. ഒരു കുഞ്ഞ് ഈ ദുനിയാവിൽ പിറക്കുമ്പോൾ പിശാച് ഉന്നമിടും, തനിക്കൊരു ഇര പിറന്നിരിക്കുന്നു. പിശാചിന്റെ ഉന്നത്തിൽ നിന്ന് സന്താനങ്ങളെ രക്ഷിക്കുവാനുള്ള മോഹത്തോടെ സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അക്കീഖ അറുക്കണം. അതാണ് ഇസ്ലാമിൽ അക്കീഖയുടെ ഒരു പ്രാധാന്യം. അക്കാര്യത്തിൽ പണം പോകുന്നതല്ല. സന്താനങ്ങളുടെ കാര്യത്തിൽ ഗൗരവമുള്ള ഒരു ബോധം നമുക്ക് വേണം. പ്രാർത്ഥന അതിന്റെ ഭാഗമാണ്, പ്രവർത്തനവും അതിന്റെ ഭാഗമാണ്. അക്കൂട്ടത്തിൽ മറ്റൊരു സുപ്രധാനമായ പ്രവർത്തനമുണ്ട്. നമ്മുടെ മക്കൾ പിശാചിന്റെ കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് പെടല്ലേ. 10-20 കൊല്ലം ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയെടുത്ത മക്കൾ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ ആരൊക്കെയോ നമ്മുടെ മക്കളെ റാഞ്ചിക്കൊണ്ടുപോയി. നാം വിളിച്ച വഴിക്ക് അവർ വരുന്നില്ല, അവരെ നിയന്ത്രിക്കുന്നത് വേറെ ആരൊക്കെയാണ്. അത്തരമൊരു ദുരവസ്ഥ നമ്മുടെ മക്കളിൽ ഉണ്ടാകാതിരിക്കാൻ ചില കരുതലുകൾ നമുക്ക് ആവശ്യമാണ്. അക്കൂട്ടത്തിൽ ഒന്നാണ് പിശാചുക്കൾ റാഞ്ചിക്കൊണ്ടു പോകാതിരിക്കാനുള്ള ഒരു കരുതിവെപ്പ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ ഇദാ ഗറുബത് ഇൻതശറത്തി ശയാതീൻ ഫക്തഫൂ സിബിയാനക്കും വഹ്ബിസൂ മവാശീക്കും. സൂര്യൻ അത് അസ്തമിച്ചു കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ പിശാചുക്കൾ ഈ ഭൂമിയിൽ എങ്ങാനും വ്യാപിക്കും. രാത്രി പിശാചുക്കളുടെ ഒരു സമയമാണ്.
അതുകൊണ്ട് നേരം രാത്രിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ വീടുകളിൽ അടക്കി നിർത്തുക. ഫക്തഫൂ സിബിയാനക്കും വഹ്ബിസു മവാശീക്കും, നിങ്ങളുടെ കാലികളെ നിങ്ങൾ വീട്ടിൽ കെട്ടിയിടുകയും ചെയ്യുക. മക്കളെ അടക്കി വീട്ടിൽ നിർത്തുക. ഫക്തഫു, ആ വാക്ക് തന്നെ ഒരു പ്രത്യേകതയാണ്. അവർ വീട്ടിൽ അടക്കി നിർത്തുക, കാലുകളെ നിങ്ങൾ കെട്ടിയിടുകയും വേണം രാത്രിയായാൽ. എന്താ കാരണം? രാത്രിയായിട്ടും നിങ്ങളുടെ കാലുകളെ നിങ്ങൾ കെട്ടിയിട്ടില്ല എങ്കിൽ നേരം വെളുക്കുമ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇതുപോലെ രാത്രിയായിട്ടും നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ വീട്ടിൽ തടഞ്ഞു വെക്കുന്നില്ല എങ്കിൽ അവർ വലുതാകുമ്പോൾ നിങ്ങൾക്ക് അവർ നഷ്ടമാകും. അവർ നിങ്ങളെ വിട്ട് അവരുടേതായ വഴിക്ക് പോകും. പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. സന്താനങ്ങളുടെ കാര്യത്തിൽ സയ്യിദ് മൗദൂദി സാഹിബ് സൂറത്തുൻ നാസിന്റെ വിശദീകരണത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. രാത്രി എന്ന് പറയുന്നത് പിശാചുക്കളുടെ ഒരു സമയമാണ്. പൈശാചിക ശക്തികൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കള്ളന്മാരും മണല്ലോബികളും സ്പിരിറ്റ് ലോബികളും തുടങ്ങി സകലമാന പൈശാചിക ശക്തികളും തെരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് രാത്രി, ഇരുട്ടിന്റെ മറവ്. അതിലെന്തുമാകാം. വിട്ടുകൊടുക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ. ആ സമയത്തൊരു കണ്ണ് എപ്പോഴും നമ്മുടെ മക്കളെ അങ്ങനെ നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയണം എന്നുമല്ല, ശ്രദ്ധ വേണം. ഒരു ദിവസം മകൻ രാത്രി 12 മണിക്ക് വന്നു, ബെല്ലടിച്ചു, ഉമ്മ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. മോൻ നേരെ അവന്റെ മുറിയിൽ പോയി കിടക്കുന്നു. പിറ്റേ ദിവസം അവൻ രാത്രി 1 മണിക്ക് വരുന്നു, ബെല്ലടിക്കുന്നു, ഉമ്മ വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നു, മോൻ പോയി കിടക്കുന്നു. നമ്മളിതൊന്നും അന്വേഷിക്കുന്നില്ല. എന്താ സംഭവിക്കുക? അവിടെയാണ് ഒരു ജാഗ്രത. ചോദിക്കണം നിങ്ങൾ, എന്തേ നീ വൈകി? എവിടെയായിരുന്നു? മണി 12 ഇനി ഇത് ആവർത്തിക്കരുത്. അന്വേഷിക്കണം. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ശക്തമായ ഒരു പാഠമാണ്. നമ്മുടെ മക്കൾക്കും അറിയാലോ ഇത്. എന്റെ പിതാവ് ചോദിക്കുന്നത് എന്നോടുള്ള താല്പര്യം കൊണ്ടാണ്, ഇതെന്നോടുള്ള വിരോധമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ട് എന്റെ പിതാവ് ചോദിക്കുന്നു. ആ ബോധം മക്കൾക്കും കൊടുക്കണം. ഇത് മക്കളെയും കേൾപ്പിക്കണം. അപ്പോഴാണ് നമ്മളുടെ ഈ പ്രവർത്തനത്തിന് ഒരു ഇസ്ലാമികമായ ഒരു പിൻബലമുണ്ടാവുക. ഇത് രണ്ടും ചേർത്ത് വെക്കുക. നമുക്ക് ദീനുണ്ടാവുക, നമ്മുടെ മക്കൾക്കും ദീനുണ്ടാവുക. കാലഘട്ടം വളരെ മോശമാണ്. പൈശാചിക ശക്തികൾ അശ്ലീലതയുടെ എന്നുവേണ്ട എല്ലാ തിന്മകളുടെയും വലവിരിച്ച് നമ്മുടെ തലമുറയെ റാഞ്ചിയെടുക്കാൻ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ വലിയ ജാഗ്രത തന്നെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. ونشهد أن حبيبنا وقدوتنا محمد بن عبد الله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന് വഴിപ്പെട്ട് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി എന്ന് തുടങ്ങി ശരണം തേടുന്ന പ്രാർത്ഥനകൾ. അതിൽ നിരന്തരം പ്രവാചകൻ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ജ്ഞാനത്തിൽ നിന്നും നിന്നോട് ഭയമില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, കൽബ്, നിന്നോട് ഖുശൂ ഇല്ലാത്ത, നിന്നെക്കുറിച്ചുള്ള പേടിയില്ലാത്തൊരു കൽബ് എനിക്ക് ഉണ്ടാകുന്നതിൽ നിന്നും, അല്ലെങ്കിൽ എൻ്റെ കൽബ് അങ്ങനെ ആയിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് തന്നെ ഞാൻ ശരണം തേടുന്നു എന്നാണ്. കാരണം മനുഷ്യനെ അവൻ ഏത് തരക്കാരനാക്കി തീർക്കുന്നതും അവൻ്റെ കൽബാണ്. അലാ, നിങ്ങൾ അറിയണം, ഇന്നഫിൽ ജസദില മുല്ലക, മനുഷ്യനിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇതാ സ്വലഹൽ ജസദ് കുല്ലു, അത് നന്നായാൽ, ആ മാംസകഷ്ണം ചൊവ്വായാൽ അവൻ ഒന്നടങ്കം അവൻ എല്ലാം നന്നാകും, മൊത്തം അവൻ നന്നാകും. ഇതാ ഫസദത്, ആ മാംസകഷ്ണം മോശമായാൽ ബാക്കി എല്ലാം മോശമാകും, പിന്നെല്ലാം മാലിന്യമാകും. അലാ, നിങ്ങൾ അറിയണം, വഹിയൽ കൽബ്, അത് കൽബാണ് കേട്ടോ, അത് ഹൃദയമാണ്. ഈ അലാ എന്ന് പ്രവാചകൻ ചില കാര്യങ്ങൾ പറയുന്നത് ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ചാണ്, ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി. അശ്രദ്ധരായി പോകരുത് താൻ ഈ പറയുന്ന കാര്യം, തന്റെ അനുയായികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ സാധാരണ ഹലോ എന്ന് പറയും. അതേപോലെ പ്രവാചകൻ ചില സന്ദർഭങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കൂ, അല, ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ ഒരു വിഷയമാണ് കൽബുമായി ബന്ധപ്പെട്ടത്. കാരണം ഒരു മനുഷ്യന്റെയും അവന്റെ കൽബിന്റെയും ഇടയിൽ അള്ളാഹു നിലകൊള്ളുന്നു. യഹൂലുൽ ബൈനൽ മർഇ വ കൽബിഹി, നമ്മളും നമ്മുടെ കൽബും തമ്മിൽ നേരിട്ടല്ല, നമ്മുടെയും നമ്മുടെ കൽബിന്റെയും ഇടയിൽ പടച്ചവനുണ്ട്. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, എന്റെയും എൻ്റെ കൽബിന്റെയും യജമാനനെ, എന്റെയും എൻ്റെ കൽബിന്റെയും ഉടമസ്ഥനെ, അല്ലാഹുമ്മ സബ്ബിത് കൽബി, അല്ലാഹുവേ എൻ്റെ കൽബിനെ നീ പിടിച്ചു നിർത്തണമേ, നീ ഇഷ്ടപ്പെടുന്ന ഈ മാർഗത്തിൽ, നിന്റെ തൃപ്തിയിൽ, നിന്റെ റിളയിൽ, നിന്റെ മാർഗത്തിൽ എൻ്റെ കൽബിനെ നീ ഉറപ്പിച്ചു നിർത്തണേ. നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ഈ പ്രാർത്ഥന എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പോലും അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഈ മനുഷ്യൻ നാളെ ആരാകും, എന്താകും, നമ്മൾ എന്തുറപ്പ് പറയും? ചില സഹോദരങ്ങൾ ചോദിച്ചു, എന്നാലും സാഹിബേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയല്ലോ. ചില സുഹൃത്തുക്കൾ പറഞ്ഞു, നമുക്കും സംഭവിച്ചു. അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, രണ്ട് വിരലുകൾക്കിടയിലിട്ട് മനുഷ്യന്റെ കൽബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ കൽബിനെ നീ ഉറപ്പിച്ചു നിർത്തണം നിന്റെ ഈ മാർഗത്തിൽ. അള്ളാഹുവിന്റെ റസൂലായ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ ഇത് വലിയൊരു സൂചനയാണ്. വ്യതിചലനത്തിനുള്ള വഴി ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് പറയുകയാണ്. ഈ കൽബ്, അതുകൊണ്ട് റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, എൻ്റെ കൽബിനെ ഈ മാർഗത്തിൽ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഉറപ്പിച്ചു നിർത്തുക, അവന്റെ മാർഗത്തിൽ ഈ കൽബ് മുന്നോട്ട് പോകുവാൻ, അതങ്ങ് മറിയാത്ത രൂപത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്യാൻസർ രോഗിയായ, വയറിന് ക്യാൻസർ ബാധിച്ച ഒരു സഹോദരന് വേണ്ടി
ദുആ ചെയ്യാൻ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ശിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗത്തിന് അല്ലാഹു എല്ലാ അർത്ഥത്തിലുമുള്ള ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ارض عن الأربعة الخلفاء الراشدين المهديين اللهم ارض عن نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.